കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലോട്ട് ഓടിയെത്തുന്നത് ഖാലിദ് ഹൊസൈനി എന്ന പേരായിരിക്കും. ഇന്ന് ഞാൻ കൂട്ടുകാർക്ക് വേണ്ടി നന്മാസ് വേൾഡ് ഓഫ് ബുക്സിലൂടെ പരിചയപ്പെടുത്തി തരാൻ പോകുന്നത് 1000 Splendid Suns ബൈ ഖാലിദ് ഹൊസൈനി. ശരിക്കും ഈ ഒരു പുസ്തകം നമുക്ക് സമ്മാനിക്കുന്നത് ഒരുപാട് ഓർമ്മകളാണ് എന്ന് വേണം പറയാൻ. മറിയത്തിന്റെയും ലൈലയുടെയും ജീവിതത്തിലൂടെ, അവരുടെ ആ യാത്രയിലൂടെ നമ്മളും സഞ്ചരിക്കുകയാണ് ഈ ഒരു പുസ്തകം വായിക്കുമ്പോൾ. മറിയത്തിന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ആഴത്തിൽ പതിക്കുമെന്നതിൽ സംശയമില്ല. ശരിക്കും മറിയം എന്നത് ത്യാഗത്തിന്റെ, സ്നേഹത്തിന്റെ ഒക്കെ ഒരു സിംബലാണ്. അപ്പൊ എന്തായാലും ഈ ഒരു പുസ്തകത്തിന്റെ കഥയിലോട്ട് നമുക്കൊന്ന് പോകാം. ഈ ഒരു പുസ്തകത്തിന്റെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ മുൻപ് സൂചിപ്പിച്ചതുപോലെ 2 സ്ത്രീകളാണ്, മറിയവും ലൈലയും. സ്ത്രീകളെ എത്ര ഭംഗിയായി ആവിഷ്കരിക്കാമോ അത്ര തന്നെ ഭംഗിയായിട്ട് അഫ്ഗാനിസ്ഥാൻ എഴുത്തുകാരനായ ഖാലിദ് ഹൊസൈനി ഇതില് രചിച്ചിട്ടുണ്ട്. അപ്പോ മറിയത്തിന്റെ കഥയിലോട്ട് പോകാം. ഇതധികം സ്പോയിലേഴ്സ് ഒന്നുമുള്ള ഒരു റിവ്യൂ അല്ല, എന്നാൽ ചില കാര്യങ്ങളൊക്കെ പറയും. അത് അത്ര വലിയ സ്പോയിലേഴ്സ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, അപ്പോ മറിയത്തിന്റെ ജീവിതത്തിലോട്ട് പോകാം. മറിയം തന്റെ അച്ഛന് വേണ്ടിയിട്ട് അമ്മേനെ ഉപേക്ഷിച്ച് അച്ഛന്റെ സ്ഥലത്തോട്ട്, അച്ഛന് വേണ്ടിയിട്ടല്ല, അച്ഛനെ കാണാൻ അല്ലെങ്കിൽ അച്ഛനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ട് അമ്മയെ ഉപേക്ഷിച്ച്, അമ്മയായ നാനയെ ഉപേക്ഷിച്ച് അച്ഛന്റെ അടുത്തോട്ട് പോകുകയാണ്. എന്നാൽ ഡ്യൂ ടു സം അൺഫോർച്ചുനേറ്റ് സർക്കംസ്റ്റൻസസ്, എന്താണ് ആ സർക്കംസ്റ്റൻസ് എന്ന് ഞാൻ പറയുന്നില്ല, ഈ അച്ഛൻ, അതായത് ജലീൽ എന്ന മനുഷ്യൻ, അയാൾ മറിയത്തെ 45 വയസ്സുകാരൻ, 15 വയസ്സുകാരിയായ മറിയത്തെ 45 വയസ്സുകാരനായ റഷീദിനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയാണ്. അങ്ങനെ മറിയം കാബൂളിലോട്ട് പോകുകയാണ്. അപ്പോ അവിടെ വെച്ച് മറിയം അനുഭവിക്കേണ്ട, ആദ്യമൊന്നും കുഴപ്പമില്ലായിരുന്നു, പിന്നെ വേറെ മറ്റു പല കാരണങ്ങളും ഒക്കെ കൊണ്ട് തന്നെ, ഞാൻ അതൊന്നും പറയാത്തത് സ്പോയിലേഴ്സ് ആവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോ മറ്റു പല കാരണങ്ങളും കൊണ്ട് തന്നെ റഷീദ് മറിയത്തെ വളരെ ക്രൂവലായിട്ട് ട്രീറ്റ് ചെയ്യുകയാണ്. ആ കാര്യങ്ങളൊക്കെ ഈ ഒരു പുസ്തകത്തിൽ വായിക്കുമ്പോൾ, ഉദാഹരണത്തിന് അതിലൊരു സർക്കംസ്റ്റൻസ് ഞാൻ പറയാം. അതായത് അതിലൊരു സന്ദർഭം ഞാൻ പറയാം. അതായത് മറിയമാണെങ്കിൽ റഷീദിന് ഈ റൈസ് ഉണ്ടല്ലോ, റൈസ് വെച്ചു കൊടുക്കും, ഫുഡ് വെച്ചു കൊടുക്കുമ്പോൾ ആ ഫുഡിന് കട്ടി കൂടിപ്പോയെന്ന് പറഞ്ഞിട്ട് റഷീദ് വെളിയിൽ പോയിട്ട് ഒരു കൈ നിറയെ പെബിൾസ് ആയിട്ട് വന്നിട്ട് മറിയത്തിന്റെ വായിൽ വെക്കും. എന്നിട്ട് അത് ചവയ്ക്കാൻ പറയും. അങ്ങനെ 2 മോളാറ് പോവും മറിയത്തിന്റെ. അത് വളരെ എന്താ പറയാ, നമ്മൾക്ക് ആ ഒരു ഡിസ്ട്രെസ് ഫീലിപ്പിക്കുന്ന രീതിയിലാണ് എഴുതിയിട്ടുള്ളത്. സോ അങ്ങനെ അതാണ്. ഇതിൽ 4 പാർട്ടുകളാണ് ഉള്ളത്. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ആൻഡ് പാർട്ട് 4. അപ്പൊ ഫസ്റ്റ് പാർട്ടിൽ മറിയത്തിന്റെ ആ ഒരു കഥ. സെക്കൻഡ് പാർട്ടില് ലൈല, മറ്റൊരു 15 വയസ്സ്, അവളുടെ കഥ, അതായത് അവളുടെ 15 വയസ്സ് മുതലല്ല, അതിനു മുൻപേ തൊട്ടുള്ള കഥ ഇതിൽ പറയുന്നുണ്ട്. അതായത് അവളുടെ 2 സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. അവർ എന്താ പറയാ, യുദ്ധത്തിന്റെ ഇടയിൽ, അത് യുദ്ധം നടക്കുന്ന സമയമായിരുന്നു. അപ്പോൾ യുദ്ധം കാരണം നമ്മുടെ അഫ്ഗാനിസ്ഥാനികൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ചും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, അഫ്ഗാനിസ്ഥാൻ സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ മാത്രമല്ല, യുദ്ധം കാരണം അവർ എന്തൊക്കെ നിസ്സഹായതകളാണ് അനുഭവിക്കുന്നത് എന്നും ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സ്വന്തം കുടുംബക്കാരെ വരെ സാക്രിഫൈസ് ചെയ്യേണ്ടി വരുന്ന, അല്ലെങ്കിൽ കുടുംബക്കാർ വരെ സാക്രിഫൈസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ, വളരെ നിസ്സഹായമായ ഒരു അവസ്ഥ. ആ ഒരു ഡിവാസ്റ്റേഷൻ നമ്മളെ ഫീൽ ചെയ്യിപ്പിക്കുന്ന രീതി ഖാലിദ് ഹൊസൈനി ഇതിൽ അവലംബിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്നാൽ ഞാൻ എന്താ പറയാ, ഇത് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരു സ്പോയിലർ ഫ്രീ റിവ്യൂ ആണ്. അപ്പോ എന്റെ ഒരു ഭാഗത്ത് നിന്നുള്ള വ്യൂ പോയിന്റ് അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ ലൈലയുടെ കഥ, അതും വളരെ രസകരമായിട്ടുള്ള ഒരു കഥയാണ്. താരിഖും ലൈലയും ഒക്കെ ആയി. പിന്നെ ഈ ലൈലയും മറിയവും കണക്റ്റഡ് ആവും. അതെങ്ങനെയാണെന്ന് നിങ്ങൾ വായിച്ച, മറിയവും ലൈലയും തമ്മിൽ ഒരു അമ്മ മകൾ ബന്ധം ഡെവലപ്പ് ചെയ്യുകയാണ്. അതായത് അത്രയും ഒരു സ്നേഹം ഡെവലപ്പ് ചെയ്യുകയാണ്. അങ്ങനെ
പിന്നീട് അങ്ങോട്ടുള്ള ജേർണി, പിന്നെ അസീസ വരുന്നു, സൽമായി വരുന്നു, ആ രണ്ട് കൊച്ചു കുരുന്നുകൾ, അങ്ങനെ ഒരു ജേർണിയാണ് മുൻപോട്ട് ലേലയുടെ ലൈഫിൽ. പിന്നീടുള്ള പ്രതീക്ഷിക്കാത്ത ഇതിൽ ചില കാര്യങ്ങളൊക്കെ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു, അത് നടന്ന കാര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളിലൂടെയും കഥ ട്രാവൽ ചെയ്യുന്നു. ഈ ഒരു പുസ്തകത്തിന്റെ അവസാന ഭാഗങ്ങളിലോട്ട് വരുമ്പോ വളരെയധികം നമുക്ക് വിഷമം തോന്നുന്ന, നമ്മളെ കരയിപ്പിക്കുന്ന കുറച്ച് ഭാഗങ്ങളുണ്ട്. എന്തായാലും മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഈ ഒരു പുസ്തകം ഒരു മസ്റ്റ് റീഡ് ബുക്കാണ്. ഞാൻ പണ്ട് ഇതിന്റെ പാർട്ട് 1, അതായത് ഞാൻ പറഞ്ഞില്ലേ പുസ്തകം 4 പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. അതിലെ പാർട്ട് 1 ആറാം ക്ലാസ്സിലായിരുന്നപ്പോ ഞാൻ ഒന്ന് വായിച്ചിട്ടുണ്ട്. ഒറ്റയിരിപ്പിന് ഇരുന്നാണ് പാർട്ട് 1 വായിച്ചത്. പിന്നെ അങ്ങ് അത് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ പോയി. പക്ഷെ ഇപ്പോൾ അത് വായിക്കുമ്പോൾ, ആ പാർട്ട് 1 ഒക്കെ വായിച്ചപ്പോൾ എനിക്ക് എനിക്ക് കിട്ടിയ ഒരു ഫീല്, അതെന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റില്ല. അത്രയധികം നമ്മളെ ഇമോഷണൽ ആക്കുന്ന ഒരു പുസ്തകമാണിത്. ഇത് ഞാൻ പിന്നെ ഇത് വായിച്ച് ലാസ്റ്റ് ഒക്കെ ആകുമ്പോൾ വായിക്കാൻ നമുക്കുള്ള ഒരു ത്വര കൂടിയിട്ട് ഞാൻ ഇത് വായിച്ചു തീർത്തത് ഒരു 1:30 മണിയൊക്കെ ആയപ്പോഴാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു പുസ്തകം വളരെ മനോഹരമായിട്ട് ഖാലിദ് ഹുസൈനി എഴുതിയിട്ടുണ്ട്. മൗണ്ടെയിൻസ് ആൻഡ് ദ മൗണ്ടെയിൻസ് ഒക്കെ ഓടും, കൈറ്റ് റണ്ണറും ഒക്കെ ഇനി വായിക്കും, സീ പ്രയർ ഒക്കെ ഇനി വായിക്കും ഖാലിദ് ഹുസൈനിയുടെ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പുസ്തകത്തെ പറ്റി പറയാനുള്ളത്. വളരെ മനോഹരമായ രീതിയിൽ രചിക്കപ്പെട്ട ഒരു പുസ്തകം, ഖാലിദ് ഹുസൈനി രചിച്ച ഒരു പുസ്തകം. അയ്യോ, ഇനി എന്താ പറയാ, അതൊക്കെ തന്നെയാണ്. ഈ പുസ്തകത്തെ പറ്റി സംസാരിക്കാൻ തുടങ്ങുമ്പോൾ അത് വാക്കുകളിൽ ഒതുങ്ങുന്നതല്ല. ഈ ഒരു പുസ്തകത്തെ പറ്റി സംസാരിക്കുമ്പോൾ തന്നെ ഒരു ചെറിയ ഭയം, ഒരു ഇമോഷൻസ് ഒക്കെ വരുന്ന ഒരു പുസ്തകമാണ്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ഒരു പുസ്തകത്തെ പറ്റി പറയാൻ. അപ്പോൾ അടുത്ത ദിവസം അടുത്ത റിവ്യൂവുമായി വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ദിസ് ഈസ് മീ നന്മ സൈനിങ് ഓഫ്. ബൈ.